ഇനി നമ്മള് തൃശ്ശൂരിലേക്ക് പോകണം അല്ലേ? നവരാത്രി ദിനങ്ങളാണ് അല്ലേ? അതെ, നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ബൊമ്മക്കോലു ഒരുക്കിയിരിക്കുകയാണ് ഗുരുവായൂരിലെ ബ്രാഹ്മണ സമൂഹം. കിഴക്കേനട ശങ്കരനിലയത്തിന് സമീപം ധർമ്മശാസ്ത്ര സന്നിധിയിലും തെക്കേ ബ്രാഹ്മണ സമൂഹ മഠത്തിലുമാണ് ബൊമ്മക്കൊലു ഒരുക്കിയത്. നവരാത്രി ആഘോഷത്തിലാണ് നാട്. തമിഴ് ബ്രാഹ്മണരുടെ നവരാത്രി ആചാരങ്ങളുടെ ഭാഗമാണ് ബൊമ്മക്കൊലു വയ്ക്കൽ. രാമായണം, മഹാഭാരതം എന്നിവയിലെ പ്രധാന കഥാസന്ദർഭങ്ങൾ, പുരാണം, വേദങ്ങൾ, ഉപനിഷത്തുകൾ, യാഗങ്ങൾ, കൃഷ്ണലീല, ഗുരുകുല വിദ്യാഭ്യാസം, ഉപനയനം തുടങ്ങിയവയെല്ലാം ശില്പരൂപത്തിൽ കാണികൾക്ക് മുന്നിലെത്തുന്നു. ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹം വനിതാ വിഭാഗം പ്രസിഡന്റ് ശ്രീമതി ലളിത ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ബൊമ്മക്കൊലു ഒരുക്കിയത്. അംഗങ്ങളായ പ്രേമ കാക്കശ്ശേരി, ബേബി വീരരാഘവൻ, ലതാകൃഷ്ണൻ, രാജമാമി എന്നിവരാണ് നേതൃത്വം നൽകിയത്. ഇനി നവമി വരെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിവേദ്യവും താമ്പൂല വിതരണവും ലളിതാ സഹസ്രനാമം ഭക്തി ഗാനാലാപവും ഉണ്ടായിരിക്കും. കന്നിമാസത്തിലാണ് നവരാത്രി ആരംഭം. അന്ന് തൊട്ട് 10 ദിവസം എല്ലാ സ്ത്രീകളും ചേർന്നിട്ട് ഇവിടെ വന്ന് ബൊമ്മക്കൊലു ഭംഗിയായിട്ടും ഈ പ്രാവശ്യം അതിഗംഭീരമായിട്ട് ഒരുക്കി നമ്മൾ കിഴക്കേ സമൂഹത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇത്രയും വർഷം ഞങ്ങൾ അവിടെ തെക്കേ സമൂഹത്തിൽ സിംഹനാഥ ഭഗവതിയുടെ നടയിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. അവിടെ ബിൽഡിംഗ് കെട്ടാൻ വേണ്ടി അവിടെ എല്ലാം പൊളിച്ച കാരണം ഇപ്പം ഞങ്ങൾ ഇന്ന് കിഴക്കേ സമൂഹത്തിലാണ് വെച്ചിരിക്കുന്നത്. ദുർഗാഷ്ടമി ദിവസം മുതൽ 3 ദിവസം തെക്കേ സമൂഹ മഠത്തിൽ സിംഹനാഥ ഭഗവതി സന്നിധിയിൽ ഗണപതി ഹോമം, ഭഗവതി സേവ, ഗ്രന്ഥപൂജ എന്നിവയുണ്ടാകും. വളരെയധികം ആഘോഷത്തോടുകൂടിയാണ് ഈ വർഷത്തെ ഈ നവരാത്രി ആഘോഷിക്കുന്നത്. ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട എല്ലാ മഹിളകളും ഇവിടെ വന്ന് ഭഗവതിയുടെ കീർത്തനങ്ങൾ ആലപിക്കുകയും തിരുനാമങ്ങളൊക്കെ കീർത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ ഈ സമൂഹ മഠത്തിലെ ഈ നവരാത്രി ആഘോഷിക്കുന്നത്. പ്രദർശനത്തിന് വേണ്ടി മാത്രമല്ലെന്നും പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിന് കൂടിയാണ് ബൊമ്മക്കൊലു ആചാരം നടത്തുന്നത്. മഹാനവമി ദിനത്തിൽ ശങ്കരനിലയം കിഴക്കേ സമൂഹ മഠത്തിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദമ്പതി പൂജ, സുഹാസിനി പൂജ, ബ്രഹ്മചാരി പൂജ, കന്യക പൂജ, തുടർന്ന് 13-ന് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും. ന്യൂസ് 18 ഗുരുവായൂർ.